മമ്മൂട്ടിയുടെ ആദ്യത്തെ ഹിന്ദി സിനിമ ത്രിയാത്രി ആയിരുന്നെങ്കിലും അതൊരു സാധാരണ കൊമേഴ്ഷ്യൽ സിനിമ ആയിരുന്നില്ല. അതുകൊണ്ടുതന്നെ ബോളിവുഡ് നിർമ്മാതാവ് ദിനേശ് പട്ടേൽ മമ്മൂട്ടിയെ നായകനാക്കി ധർത്തിപുത്ര എന്നൊരു പക്കാ മസാല ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മലയാളികൾക്ക് വലിയൊരു ആഘോഷമായി മാറി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ബോളിവുഡ് കൊമേഴ്ഷ്യൽ ചിത്രത്തിൽ സാക്ഷാൽ മമ്മൂട്ടി നായകൻ, ഒപ്പം 90കളിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗീത സംവിധായകരായ നദീം ശ്രാവൺ ടീമിന്റെ സംഗീതവും മമ്മൂട്ടിയോടുള്ള ആദരവ് സൂചിപ്പിച്ച് അതിഥിവേഷത്തിൽ സാക്ഷാൽ ഋഷി കപൂറും. നഗ്മ, ജയപ്രദ, ഡാനി ഡെൻസോംബ തുടങ്ങി വലിയൊരു താരനിര അണിനിരുന്ന ചിത്രം ബോളിവുഡിൽ തരംഗമാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ 1993 ഓഗസ്റ്റ് 20-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ഷോയിൽ തന്നെ നിലംപതിച്ചു എന്നതാണ് സത്യം. വലിയൊരു ഡാൻസർ അല്ലാത്ത മമ്മൂട്ടിയുടെ നൃത്തച്ചുവടുകൾ കണ്ട് ഉത്തരേന്ത്യൻ പ്രേക്ഷകർ ചിരിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ ഹിന്ദി ഡബ്ബിംഗിനും അവിടെ കാര്യമായ കയ്യടി ലഭിച്ചില്ല. ഡാൻസ് കളിക്കാതെയാണ് ധർമ്മേന്ദ്രയും വിനോദ് ഖന്നയുമൊക്കെ ബോളിവുഡിൽ താരങ്ങളായതെന്ന കാര്യം സംവിധായകനും നിർമ്മാതാവും ഒരുപക്ഷെ മമ്മൂട്ടിയോട് പറയാൻ മറന്നുപോയിട്ടുണ്ടാകണം. ബോളിവുഡിൽ ആ ചിത്രം വലിയ പരാജയമായി മാറിയെങ്കിലും മമ്മൂട്ടിയുടെ ആ ഡാൻസും ഹിന്ദി ഡയലോഗുകളും നിറഞ്ഞ കയ്യടിയോടെയും ആവേശത്തോടെയും സ്വീകരിച്ച ഇന്ത്യയിലെ ഒരേയൊരു സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു.